ഈ ഫസ്റ്റ് അപേക്ഷ സമർപ്പിച്ചിട്ടില്ലുള്ളൂ. ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് പോലും നടന്നിട്ടില്ലല്ലോ. ഞാനത് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. സീറ്റിൻ്റെ കാര്യവും എണ്ണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും ഞാനത് പറയേണ്ട കാര്യമില്ല. ഞാൻ ഒരു കാര്യം വ്യക്തമാക്കി പറയുന്നു. ഇത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി പാടില്ല. ഇതിന് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തർ അനുവദിച്ച സീറ്റും എണ്ണത്തിനെ പറ്റിയൊക്കെ കണക്കൊക്കെ ഉണ്ട്. +1 പാസ്സായ SSLC പാസ്സായ +1 ചേരുന്നതിന് വേണ്ടി ആഗ്രഹമുള്ള താല്പര്യമുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും അവർക്ക് പ്രവേശനത്തിനുള്ള അവസരം ഒരുക്കും ഗവൺമെൻറ്. അങ്ങനെ ഒരുക്കുമെന്നൊരു ഗവൺമെൻറ് പറയുമ്പോൾ പിന്നെ അഡ്മിഷൻ തുടങ്ങിയിട്ട് പോലും ഇല്ലാത്ത അവസരത്തിൽ പ്രതിഷേധത്തിന് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. സംസ്ഥാനത്തെ 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള മുഴുവൻ അധ്യാപകർക്കും ഇപ്പോൾ പരിശീലനം നൽകുകയാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് പരിശീലനം നൽകുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് 80,000 അധ്യാപകർക്കാണ് പരിശീലനം കൊടുത്തത്. അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണെന്ന് ആണ് പൊതുവിൽ പറയുന്നത്. 1-ാം ക്ലാസ്, 3-ാം ക്ലാസ്, 5-ാം ക്ലാസ്, 7-ാം ക്ലാസ്, 9-ാം ക്ലാസ്സുകളിൽ പുതുക്കിയ പാഠപുസ്തകമായതിനാൽ പരിശീലനം അത്യാവശ്യമാണ്. കൂടാതെ ബാലാവകാശ നിയമങ്ങൾ എന്നിവയും പോക്സോ, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, ബാലാവകാശ നിയമങ്ങൾ എന്നിവയെ സംബന്ധിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ടീച്ചർമാർക്ക് പരിശീലനം നൽകുകയാണ്. 1 മുതൽ 10 വരെയുള്ള അധ്യാപകർക്ക് 5 ദിവസത്തെ പരിശീലനവും 11, 12 ക്ലാസ്സുകളിലെ അധ്യാപകർക്ക് 4 ദിവസത്തെ പരിശീലനമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അങ്ങനെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള മുഴുവൻ അധ്യാപകർക്കും പരിശീലനം നൽകിയതിന് ശേഷമാണ് ജൂൺ മാസം 3-ാം തീയതി വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നത്. 1-ാം വർഷ ഹയർ സെക്കൻഡറി ഓൺലൈൻ അപേക്ഷാ സമർപ്പണം മെയ് മാസം 16 മുതൽ 25-ാം തീയതി വരെയാണ്. മെയ് 29-ന് ട്രയൽ അലോട്ട്മെൻറ്റാണ്. ജൂൺ 5-ന് ആദ്യ അലോട്ട്മെൻറ്റ് നടക്കും. ജൂൺ 12-ന് 2-ാം ഘട്ട അലോട്ട്മെൻറ്റ് നടക്കും. ജൂൺ 19-ന് 3-ാം ഘട്ട അലോട്ട്മെൻറ്റ് നടക്കും. ജൂൺ 24-ന് ക്ലാസ്സുകൾ ആരംഭിക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.